ഇന്നലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായ ദിനമായിരുന്നു. ജീവിതത്തിലെ സന്തോഷം ആസ്വദിക്കുന്നതിനു വേണ്ടി ലോകത്തിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കശ്മീരിൻ്റെ താഴ്വരയിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയ സഞ്ചാരികളെ ഒരു സംഘം ആയുധധാരികളായ തീവ്രവാദികൾ പതിയിരുന്ന് ആക്രമിക്കുകയും 26 പേർ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തീവ്രവാദി ആക്രമണത്തെ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ മേഖലകളിലും പെട്ട ആളുകൾ, ഭരണാധികാരികൾ ഉൾപ്പെടെ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെ എല്ലാവരും അതിശക്തമായി അപലപിക്കുകയും തീവ്രവാദത്തിനെതിരായിട്ടുള്ള സംഘടിതമായ ഐക്യത്തോടുകൂടിയുള്ള നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാവരും തീവ്രവാദികൾക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏറെ പ്രതിലോമകരവുമായ ഒരു പ്രവണത കാണാതിരുന്നുകൂടാ. വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായപ്പോൾ ആ ആക്രമണത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ വളരെ സംഘടിതമായി ഒരു പോസ്റ്റർ തയ്യാറാക്കുകയും ആ പോസ്റ്ററിന് ചുവട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നതിനാണ് BJPയുടെ ബന്ധപ്പെട്ട ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ശ്രമിച്ചത്. അവിടേക്ക് കടന്നു വന്ന ഒരു ആയുധധാരി ആ വിനോദസഞ്ചാരികളോട് പേര് ചോദിച്ചുവെന്നും അടിവസ്ത്രമഴിപ്പിച്ചുവെന്നും ഒക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ വളരെ സംഘടിതമായി ബോധപൂർവമായി പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കണ്ടത്. ഇത് രാജ്യത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച, രാജ്യത്തെ ആകെ വേദനിപ്പിച്ച ഒരു തീവ്രവാദി ആക്രമണത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് അതിനെതിരായി നിലപാടെടുക്കുന്നതിന് പകരം അതിനെ തങ്ങളുടെ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടുമായിട്ടാണ് BJPയും അനുബന്ധ കക്ഷികളുമൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. അഥവാ ആ ഭീകരപ്രവർത്തകൻ, ആയുധധാരി ഒരു വിനോദസഞ്ചാരിയോട് അപ്രകാരം പെരുമാറിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മോദിയോട് പോയി പറയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും ഇന്ത്യയുടെ സാഹോദര്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, ഇന്ത്യയുടെ ഐകമത്യത്തോടുള്ള സഹവർത്തിത്വത്തെ ആക്രമിക്കാനുള്ള തീവ്രവാദികളുടെ ബോധപൂർവമായ ശ്രമമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അത് വളരെ കൃത്യമായി BJPയുടെ ഇടക്കാലത്ത് സഹയാത്രികനായി നിന്ന, എന്നാൽ പഴയകാലത്ത് ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന മേജർ രവി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിന് ഉച്ചഭാഷിണി വെച്ചു കൊടുക്കുന്ന സമീപനമാണ് ഇവിടുത്തെ BJP അനുബന്ധ സംഘടനകളിൽപ്പെട്ടവർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ വർഗീയമായി ഭിന്നിപ്പിക്കുക, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഡിവിസീവ് പൊളിറ്റിക്സ് കളിക്കുക എന്നതിന് തീവ്രവാദികൾ നടത്തിയ ആക്രമണം പോലും ഉപയോഗിക്കുന്ന ലജ്ജാകരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കണ്ടതെന്താണ്? ഇതാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എവിടേക്ക് പോകുന്നു, പ്രധാനമന്ത്രി, എല്ലാം BGM ഇട്ടുകൊണ്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു സ്റ്റണ്ട് പടത്തിൽ കാണുന്നത് പോലുള്ള സംഗതികളാണോ? രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്. അതിൽ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്നതിന് പകരം വീരപരിവേഷം കൊടുത്തുകൊണ്ട്, താരപരിവേഷം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളെയാകെ BGM ഇട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. എന്താണ് ഇവരുടെ ഈ അവകാശവാദത്തിൻ്റെ പൊരുൾ? ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ 2014 ശേഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രമാത്രം? ഇവിടെ കണക്കുകളുണ്ട്. ആ കണക്കുകൾ പറയുന്നത് ഇവരുടെ അവകാശവാദത്തിന് നേർവിപരീതമായ ഒരു ചിത്രമാണ്. 2019 ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന, ഇപ്പോഴും അവർ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, നിർമ്മല സീതാരാമൻ പറഞ്ഞു 2014 ശേഷം പറയത്തക്ക ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന്. ആ പ്രസ്താവനയെ തുടർന്ന് പല ഏജൻസികൾ ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്ക് നടത്തുകയുണ്ടായി. എന്താണ്
നിർമ്മല സീതാരാമൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണോ എന്ന പരിശോധന നടത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ആ ഫാക്ട് ചെക്കിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അത് റോയിട്ടേഴ്സ് ഉൾപ്പെടെ BBC ഉൾപ്പെടെ അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെ നടത്തിയ പഠനങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ വായിക്കാം. ഇതൊന്നും ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നെടുത്ത് പറയുന്നതല്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ പരിശോധിക്കാം. ഗൂഗിളിൽ പരിശോധിച്ചാൽ 2014 ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പല തലത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളുണ്ട്. ഒന്ന് കശ്മീരുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ്, മൂന്നാമത്തേത് നോർത്ത് ഈസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ 3 ഘടകങ്ങളിലാണ് പ്രധാനമായും ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും ഈ പറയുന്ന കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നത്. അത് വളരെ കൃത്യമായി ഈ അന്താരാഷ്ട്ര ഏജൻസികൾ ഉൾപ്പെടെ വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഗൂഗിളിൽ പരിശോധിക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ഡാറ്റ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ആ ഡാറ്റ പറയുന്നത് അത്യന്തം ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കശ്മീരിൽ ഇപ്പോഴും തുടരുന്നത് എന്ന് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആണ് വലിയ തോതിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടന്നത് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്നിനും കൊള്ളാത്തൊരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്നവർ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ഉണ്ടായി. ഒരു പാവ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്നൊക്കെ. എന്നാൽ നമ്മുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുന്ന ഡാറ്റ 2000 മുതലുള്ളതാണ്. 2000 മുതൽ 2025 വരെയുള്ള 25 വർഷക്കാലം എന്താണ് കശ്മീരിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നേർചിത്രം നൽകാൻ എനിക്ക് കഴിയും എന്ന് കരുതുന്നു. 2000 മുതൽ 2004 വരെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അതിന് ഹെഡ് ചെയ്തുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയാണ്. 2000 കണക്ക് ഞാൻ നിങ്ങളോട് വായിക്കാം. ഇൻസിഡൻസ് ഓഫ് കില്ലിംഗ് 2000 നടന്നത് 1385 അതിൽ സിവിലിയൻസ് കൊല്ലപ്പെട്ടത് 641, സൈനികർ കൊല്ലപ്പെട്ടത് 441, തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് 1708. 2001 അത് യഥാക്രമം 2084, സിവിലിയൻസ് 1024 പേർ കൊല്ലപ്പെട്ടു, സെക്യൂരിറ്റി ഫോഴ്സസ് 628 പേർ കൊല്ലപ്പെട്ടു, തീവ്രവാദികൾ 2345 പേർ കൊല്ലപ്പെട്ടു. 2002 1642 സംഭവങ്ങളുണ്ടായി. അതിൽ 837 പേർ സിവിലിയൻസും 447 പേർ സൈനികരും 1758 പേർ ഭീകരവാദികളുമാണ്. 2003 1427 സംഭവങ്ങളുണ്ടായി. 563 സിവിലിയൻസ് കൊല്ലപ്പെട്ടു, 319 സെക്യൂരിറ്റി പേഴ്സണൽസ് കൊല്ലപ്പെട്ടു, 1504 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. 2004 അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന വർഷം 1061 സംഭവങ്ങൾ ഉണ്ടായി. 437 നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? 1385-ലും 2001 2054-ലും തുടങ്ങിയിടത്തു നിന്ന് നമ്മൾ 2004-ലെത്തുമ്പോൾ 1061 കണക്ക് സംഭവങ്ങൾ. അതിൽ 437 സിവിലിയൻസ് കൊല്ലപ്പെട്ടു, 318 സൈനികർ കൊല്ലപ്പെട്ടു, 962 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. എന്നാൽ നമ്മൾ അവിടെ നിന്ന് 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ക്രമാനുഗതമായി അദ്ദേഹം അധികാരമേറ്റ 2004 1061 സംഭവങ്ങളാണ് ഉണ്ടായതെങ്കിൽ പിന്നീടത് 2005 1004 കുറഞ്ഞു, 2006 694 കുറഞ്ഞു, 2007 427 കുറഞ്ഞു, 2008 261 കുറഞ്ഞു, 2009 208 കുറഞ്ഞു, 2010 189 കുറഞ്ഞു. അക്രമ സംഭവങ്ങളുടെ കണക്കാണ്. 2011 119 വീണ്ടും കുറഞ്ഞു, 2012 70 കുറഞ്ഞു, 2013 84 14 സംഭവങ്ങൾ വർദ്ധിച്ചു. 2013 ആവുമ്പോഴേക്കും 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് നരേന്ദ്രമോദിക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന വേളയിൽ 2014 91 സംഭവങ്ങളാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഭരണത്തെ, ആ കാലഘട്ടത്തിൽ നടന്ന കശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളെ വിലയിരുത്തുന്നത്. 2014 91 തുടക്കം. നരേന്ദ്രമോദിക്ക് മുമ്പ് ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 അധികാരം ഏറ്റെടുക്കുമ്പോൾ വാജ്പേയി കൈമാറുന്ന സമയത്തുണ്ടായിരുന്നത്
1061 സ്ഥാനത്ത് നിന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലമാകുമ്പോഴേക്കും അത് 84 എത്തിയത്, മോദിക്ക് കൈമാറുമ്പോഴേക്കും 91 എത്തിയത്. നമ്മൾ പരിശോധിക്കണം. അവിടെ നിന്ന് നരേന്ദ്രമോദി 2025 എത്തുമ്പോഴേക്കും എവിടെ എത്തിച്ചു എന്നതാണ് പരിശോധിക്കേണ്ടത്. 2014 91 നിന്ന് തുടങ്ങി 2015 ഒരല്പം കുറഞ്ഞു 86, പിന്നീട് അങ്ങോട്ട് കൂടുകയാണ്. 2016 112, 2017 163 സംഭവങ്ങൾ, ആക്രമണം നടത്തുന്ന സംഭവങ്ങൾ. 2017 163, 2018 206, 2019 135, 2020 140, 2021 153, 2022 151, 2023 കുറച്ച് കുറവുണ്ടായി, നേർപകുതിയായി കുറഞ്ഞു 72, 2024 കുറച്ചുകൂടി കുറഞ്ഞു 61. എന്നാൽ ഈ 2025 ഈ പഠനം നടക്കുന്നത് വരെയുള്ള കാലയളവിൽ 10 ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വാജ്പേയിയിൽ നിന്ന് അധികാരം ഏറ്റെടുക്കുമ്പോൾ 1000-ൽ പരം 1061 ആയിരുന്ന കണക്ക് നരേന്ദ്രമോദിക്ക് ബാറ്റൺ ഏൽപ്പിക്കുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എത്തിച്ചിരുന്നത് 91-ലേക്കായിരുന്നു. തീവ്രവാദികളെ അതിശക്തമായി നേരിടുകയും തീവ്രവാദ ആക്രമണങ്ങൾ ഏതാണ്ട് ആയിരക്കണക്കായി കണക്കാക്കിയിരുന്നിടത്തു നിന്ന് 100-ൽ താഴെയായി കുറച്ചു കൊണ്ടുവന്ന ഗവൺമെന്റാണ് 10 വർഷം ഇന്ത്യയിൽ ഭരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അതിനെക്കുറിച്ചാണ് പലപ്പോഴും BJP-ക്കാർ സംഘടിതമായി ഭീരുവായ പ്രധാനമന്ത്രി, പാവയായ പ്രധാനമന്ത്രി, ഒന്നിനും കൊള്ളാത്ത പ്രധാനമന്ത്രി എന്നൊക്കെ ആക്ഷേപിച്ചിരുന്നത്. അതവിടെ കിടക്കട്ടെ, അത് അവരുടെ രീതി. പക്ഷേ യഥാർത്ഥ കണക്കുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇവിടെ ഒരു തീവ്രവാദി ആക്രമണങ്ങളും നടക്കുന്നില്ല എന്ന്. ഇനി നമുക്ക് മറ്റൊരു കണക്കിലേക്ക് കടക്കാം. 2009 മുതൽ 2014 വരെ സ്ഥിരമായി കുറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ കശ്മീരിലെ സംഭവങ്ങൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് കീഴിൽ ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണ് എന്ന് നമ്മൾ കണ്ടു. അത് 2016 എത്തുമ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല എന്നാണ്. എന്നാൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക്, നിങ്ങൾ പത്രം വായിച്ച, നിങ്ങൾ ടെലിവിഷൻ കണ്ട, നിങ്ങൾ മറ്റു ചാനലുകളിലൂടെ കശ്മീരിലെ ആക്രമണങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുന്ന, വായിക്കുന്ന ഓർമ്മകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 2016 ജനുവരിയിൽ പഞ്ചാബ് സംസ്ഥാനത്തെ പത്താൻകോട്ടിലെ ഒരു താവളത്തിൽ നടന്ന ആക്രമണത്തിൽ 7 ഇന്ത്യൻ സൈനികരും 6 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു സംഘടനയാണ് ഇതിന് ഉത്തരവാദി. 2016 ജനുവരിയിൽ. 2016 സെപ്റ്റംബറിൽ തന്നെ പാകിസ്ഥാനുമായുള്ള തർക്ക അതിർത്തിക്ക് സമീപമുള്ള ഉറിയിലെ സൈനിക താവളത്തിലേക്ക് AK-47 റൈഫിളുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് വിഘടനവാദികൾ നടത്തിയ ആക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. അത് 2016 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതിനിടയ്ക്ക് ചെറിയതായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമാണ് എടുത്തു പറയുന്നത്. 2017 വന്നാലോ, അമർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന 7 തീർത്ഥാടകരെങ്കിലും പ്രദേശത്ത് പോലീസിന് നേരെയുണ്ടായ 2 തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് അവരുടെ ബസ്സിലേക്ക് നടത്തിയ വെടിവെപ്പിൽ കുടുങ്ങി മരിച്ചു. അത് 2017. 2019 കശ്മീരിലെ അർദ്ധ സൈനിക പോലീസ് സഞ്ചരിച്ച ബസ്സിലേക്ക് ഒരു CRPF-കാർ സഞ്ചരിച്ച ബസ്സാണ്. ചാവേർ ബോംബർ കാർ ഇടിച്ചു കയറ്റി 44 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അത് 40 ആണെന്നും 42 ആണെന്നും ഒക്കെ പല മേഖലകളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും നമ്പർ 40-ലധികമാണ് എന്നത് വ്യക്തമാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അത് 2019. 2024 വന്നാൽ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ഹിന്ദു തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ആഴമുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിക്കുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത് ജൂൺ മാസം. ആ വർഷം തന്നെ മെയ് മാസം വടക്കു പടിഞ്ഞാറൻ നഗരമായ ജയ്പൂരിൽ നിന്നുള്ള വിനോദസഞ്ചാര ദമ്പതികൾക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർത്ത് 2 പേർക്കും പരിക്കേൽക്കുന്ന സംഭവമുണ്ടായി. അതേ 2024 ഒക്ടോബറിൽ ഒരു തുരങ്ക നിർമ്മാണ സ്ഥലത്തിന് സമീപം തീവ്രവാദികൾ വെടിവെച്ചതിനെ തുടർന്ന് 6 കുടിയേറ്റ തൊഴിലാളികളും ഒരു ഡോക്ടറും കൊല്ലപ്പെട്ടു. അന്നാണ് ഈ പേര് ആദ്യമായി പുറത്തു വരുന്നത്. റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഇപ്പോൾ പഹൽഗാം സംഭവത്തിലും ഈ പറയുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. 2024 നമ്മൾ കണ്ടു, ശ്രീനഗറിലെ പ്രധാന നഗരമായ തിരക്കേറിയ ഫ്രീ മാർക്കറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്രവാദികൾ ഗ്രനേഡ് എറിഞ്ഞതിൽ കുറഞ്ഞത് 11 പേർക്ക് പരിക്കേറ്റു.
ഇത്തരം സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ നിർമ്മലാ സീതാരാമൻ 2019 പറഞ്ഞ ആ കാലയളവിലും അതിനുശേഷവും നടന്ന സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ തീവ്രവാദി ആക്രമണങ്ങൾ കശ്മീരിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലയളവിന് ശേഷം ക്രമാനുഗതമായി കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനിടെ കശ്മീരിന് പലതും സംഭവിച്ചു. അവിടുത്തെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന്റെ ഭാഗമായി കശ്മീരിനെ തന്നെ രണ്ടായി വിഭജിക്കുകയും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുകയും മാസങ്ങളോളം വർഷങ്ങളോളം അടച്ചിടുകയും ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുകയും അവിടുത്തെ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുകയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 4-5 വർഷത്തോളം തുടർന്നു പോരുകയും അതൊക്കെ ഉണ്ടായിട്ടും എന്താണ് കശ്മീരിന്റെ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദി ആക്രമണങ്ങൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 2016 നവംബർ മാസം 8-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്റെ ഇരു കൈകളും കൂട്ടിയടിച്ചുകൊണ്ട് 500-ന്റെയും 1000-ന്റെയും കറൻസികൾ ഇന്ന് പാതിരിയോടുകൂടി ലീഗൽ ടെൻഡർ അല്ലാതാകും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ആ 3 തവണ കൈയടിച്ചുകൊണ്ട് പറഞ്ഞതിൽ 3 കാര്യങ്ങളാണ് ഊന്നിയിരുന്നത്. 1, കള്ളപ്പണം ഇല്ലാതാക്കും. 2, കള്ളനോട്ടുകൾ ഇല്ലാതാക്കും. 3, ഇവ രണ്ടും ഉപയോഗിച്ച് അതിർത്തികൾ കടന്നു വന്ന് ആക്രമിക്കുന്ന തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടും. പക്ഷെ ഇത് 3ഉം സംഭവിച്ചില്ല എന്നതാണ് ഇന്ത്യയുടെ ദൗർഭാഗ്യം. കള്ളനോട്ടുകൾ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വർദ്ധിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. കള്ളപ്പണം 1 രൂപ പോലും പിടിച്ചെടുക്കാൻ ഈ പറയുന്ന നോട്ട് നിരോധനം കൊണ്ട് കഴിഞ്ഞില്ല. ഈ രണ്ടും ഉപയോഗിച്ച് നടത്തുന്ന തീവ്രവാദത്തെ തടയും എന്ന് അവകാശപ്പെട്ടുവെങ്കിലും തീവ്രവാദത്തിന് 2014 ശേഷം ക്രമാനുഗതമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ ഘട്ടത്തിലാണ് BJPയും BJP അനുബന്ധ സുഹൃത്തുക്കളും എന്തു ചെയ്യുന്നത്? തീവ്രവാദികൾ ഈ പറയുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അതിന്റെ അടിവസ്ത്രം ഉരിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കണ്ണിൽ അവിടെ ആരൊക്കെ വെടിയേറ്റ് വീഴുന്നു എന്നുള്ളതല്ല, അവിടെ കൊല്ലപ്പെടുന്നവരാര് എന്നുള്ളതല്ല, അങ്ങനെ നടക്കുന്ന സംഭവങ്ങളെപ്പോലും രാജ്യത്തിന്റെ ആരോഗ്യത്തെ, രാജ്യത്തിന്റെ സുസ്ഥിരതയെ, രാജ്യത്തിന്റെ സമാധാനത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ പോലും അതിനെ പോലും തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രതിലോമകരമായ മനസ്സുണ്ടല്ലോ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സ്. അത് ഏത് ജാതിയിൽ പിറന്നവനാകട്ടെ, ഏത് മതത്തിൽ പിറന്നവനാകട്ടെ. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പ്ലഡ്ജ് എടുത്തത്, പ്രതിജ്ഞ ചൊല്ലിയത് നമ്മുടെ സ്കൂളുകളിൽ സമയം പോക്കിന് വേണ്ടിയല്ല. ഈ രാജ്യത്ത് പെറ്റുവളർന്ന എല്ലാവരും ഇന്ത്യയുടെ സഹോദരന്മാരാണ് എന്ന് കുട്ടിക്കാലം മുതലേ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ കടക്കലാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികൾ, ഇത്തരത്തിലുള്ള വിനാശകാരികൾ കത്തിവെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങളെ പോലെ രാജ്യത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് പകരം ഇത്തരത്തിൽ രാജ്യത്തിനെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മനസ്സിൽ ഈ വിഷം പരത്തുന്ന തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.